ഹലോ ഫ്രണ്ട്സ്, വെൽക്കം വീണ്ടും മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഇടുക്കി യാത്രയിൽ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അഞ്ചുരുളി ടണൽ എന്ന് പറയുന്നത്. 5.5 കിലോമീറ്റർ നീളമുള്ള ഒരു മനോഹരമായ ടണലാണ് അഞ്ചുരുളി ടണൽ. സോ നമുക്കൊന്ന് തീർച്ചയായിട്ടും കാണാം. ഇവരിതാ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യട്ടെ. ഇതാ ഇറങ്ങുന്ന സ്ഥലമാണ്. അല്പം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. വഴി അത്രയ്ക്ക് മോശമൊന്നുമല്ല. ഒരു 100 മീറ്ററിനടുത്ത് വരെ വണ്ടി ചെല്ലും. 100 മീറ്റർ മാത്രമേ നടക്കാനുള്ളൂ. നടന്ന് നമുക്ക് ഈ നല്ലൊരു വാട്ടർഫോൾസും അതിനുപരി 5.5 കിലോമീറ്റർ നീളമുള്ള നല്ല ഒരു ടണലും കാണാം. സോ ലെറ്റ്സ് വാച്ച്. ഇരട്ടാർ അണക്കെട്ടിൽ നിന്ന് ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം കൊണ്ടുവന്നതിന് വേണ്ടി 1974 പണി ആരംഭിച്ച് 1980 കമ്മീഷൻ ചെയ്ത് തുറന്ന ഒരു മനോഹരമായ തുരങ്കമാണ് ഇത്. വെള്ളം കൊണ്ടുവന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ടണലാണ്. സോ വളരെ പീസ്ഫുള്ളായി. പക്ഷേ പോകുമ്പോൾ ഇച്ചിരി റിസ്ക് ഉണ്ട്. വെള്ളത്തിൻ്റെ തോത് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഇറങ്ങുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം. ചിലരൊക്കെ തുരങ്കത്തിനകത്തോട് നടന്നു പോകുന്നത് കാണാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് എപ്പോൾ വേണമെങ്കിലും മാറാം, കൂടാൻ, കുറയാം. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. നമുക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തീർച്ചയായിട്ടും തോന്നുന്നു. ഈ ശബ്ദം ഒക്കെ കേട്ട്, കളകള ശബ്ദമൊക്കെ കേട്ട്, ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച്, ഈ ടണലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് തീർച്ചയായിട്ടും നിൽക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. വീണ്ടും ഒരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.